വേറൊന്നല്ല സുടുമോനെ വയ്യാണ്ടായി, പെട്ടെന്ന് തന്നെ വയ്യാണ്ടായതാ. ഫിറ്റ്സ് ഉണ്ട്, ഫിറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായി, പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര ഡൗൺ ആയിപ്പോയി. അതാണ്. പിന്നെ പല്ലുവേദനയാണോ എന്ത് വേദനയാണോ എന്നൊന്നും അറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ഒന്നായിട്ട് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ആലോചനയും വിഷമവും സങ്കടവും ഒക്കെ കൂടുതലായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് ലൈവിൽ അങ്ങനെ കയറാനായിട്ട് ഒരു വിഷമായിരുന്നു കേട്ടോ. അതാണ് കയറായിരുന്നത്. അപ്പൊ എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടാ. എന്തായാലും നമ്മളെ അറിയണവരിങ്ങനെ, നമ്മളെ അറിയാത്തവര് ഇങ്ങനെ യൂട്യൂബിലൂടെ കണ്ട് പരിചയപ്പെട്ടിട്ട് അവരിങ്ങനെ മെസ്സേജ് അയക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, അവർക്കൊക്കെ ഒരു നല്ലൊരു ആത്മാർത്ഥത ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. നമ്മളെ കാണാണ്ടാവുമ്പോ ഒന്ന് അന്വേഷിച്ചു വരുമ്പോഴേ, നമുക്ക് സുടുമോനെയിലും അന്വേഷിച്ചു വരുമ്പോ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ട് അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ കണ്ടപ്പോ, വാട്സപ്പിലായാലും യൂട്യൂബിലായാലും മെസ്സേജ് ഇങ്ങനെ കണ്ട് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. എന്തെങ്കിലും നമ്മളപ്പോ സുടുമോന്റെ കണ്ട അധികം അങ്ങോട്ട് ഉഷാറായിട്ടില്ല, എന്നാലും വലിയ പ്രശ്നമില്ല. ഇന്നൊക്കെ നേരം വെളുത്തിട്ട് വലിയ പ്രശ്നം തോന്നണില്ല. ഫുഡൊന്നും കഴിക്കണ്ടായില്ല കേട്ടോ. ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കണ്ടെന്നുണ്ടെങ്കിലും അതും വരെ ഇറക്കണില്ല എന്ന് പറയുമ്പോ അത്രത്തോളം വിഷമായിരുന്നു എനിക്ക്. അതാണ് 2 ദിവസമായാലും നമ്മുടെ മക്കളൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും. അപ്പൊ അത് കാരണമാണ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നത്. പിന്നെ ഭയങ്കര വാശിയും ഈ മഴയൊക്കെ ആയി കാരണം കൊണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവരെന്തിനാ കരണേന്ന് പോലും അറിയില്ല. മഴയിട്ടാണോ ഇനിയിപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും അറിയണില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോ ഏതമ്മമാർക്കും ഉണ്ടായി പോണൊരു വിഷമത എനിക്ക് വന്നു. 2 ദിവസമായിട്ട് അത് ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു. നമ്മളെന്താ പറയാ, ഒന്നേ ഉള്ളൂ, തലയിലും താഴ്ത്തും വെച്ച് എവിടെയും കിടത്താണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു വിഷമം ഭയങ്കരമായിപ്പോയി. ഇപ്പത് ചെറിയൊരു ഉഷാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ലൈവില് വരാന്ന് വിചാരിച്ചിട്ട് നിക്കണം. കണ്ടപ്പോ സുടുമോ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ അവ ഇങ്ങനെ കളിക്കണ കാണുമ്പോ എനിക്കൊരു ആശ്വാസമാണ് കേട്ടോ, മനസ്സിന് ഭയങ്കര ആശ്വാസം. കളിക്കാണ്ട് നമ്മളെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഉറങ്ങി കിടക്കണം കാണുമ്പോ എനിക്ക് പോയി അപ്പൊ എണീപ്പിക്കാൻ തോന്നുന്നു. എന്താണാവോ സുടുമോൻ എണീക്കാത്ത. എണീറ്റില്ലെങ്കിലും വിഷമം, എന്താ പറയാ, എണീറ്റ് കളിച്ചില്ലെങ്കിൽ അതൊരു ഭയങ്കര സങ്കടം. അപ്പൊ ഇങ്ങനെ എന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളിങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി പോകുമ്പോ നമുക്ക് ആർക്കായാലും വിഷമം വരില്ല. അത് എനിക്ക് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. പിന്നെ നമ്മള് ഇപ്പൊ എല്ലാം ഉൾക്കൊള്ളണല്ലോ, ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഇപ്പൊ സുടുമോന്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ അത് എല്ലാം കൂടി കണക്ക് വെച്ചിട്ടാണല്ലോ നമ്മൾ നോക്കണത്. അപ്പൊ ആ ഒരു വിഷമവും വേദനയും ഇപ്പൊ എനിക്ക് താഴെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, സുടുമോന് താഴെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളില്ല. അപ്പൊ ആ ഒരു വിഷമം എല്ലാം കൂടിയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇപ്പൊ കുറെ പേരെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോടായിട്ട് കൂടി പറയാണ്, എനിക്ക് ഒരാളുള്ളൂ, സുടുമോൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ജീവിതം മുഴുവനായിട്ട് ഞാൻ സുടുമോന് വേണ്ടിയിട്ടാണ് വെച്ചേക്കണത് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ സുടുമോന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തോളൂ, ലൈക്ക് ചെയ്ത് കൊടുത്തോളൂ. ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ഒക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പൊ താങ്ക് യു. സുടുമോൻ എന്തോ പറയുന്നുണ്ട് ദേന. ചക്കരമുത്ത് എന്നിട്ട് പറയണ്, ചക്കരമുത്ത് എന്താ പറയണ്? പറഞ്ഞു കഴിഞ്ഞാ? സുടുമോന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പറഞ്ഞേ. അമ്മയുടെ മുത്ത് പറഞ്ഞേ. ഇന്ന് അമ്മൂമ്മ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സുടുമോന് പൂജയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് രാവിലെ തന്നെ പോവാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അമ്മയാണ് പോവാറ് കേട്ടോ. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞ സുടുമോൻ ഭയങ്കര വാശിയായിരിക്കും. അപ്പൊ സുടുമോന് പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നെറ്റിലൊക്കെ ഞാനും തൊട്ടു, സുടുമോനൊക്കെ തൊട്ട് ഇപ്പൊ ഒരു സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരി എന്നാ, ഓക്കെ.